പ്രിയ സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ മനസാക്ഷി ഒന്നാകെ ദില്ലിയിൽ നടക്കുന്ന ഐതിഹാസികമായ കർഷക പ്രക്ഷോഭത്തിന് പിന്നിൽ അണിനിരക്കുന്ന ആവേശകരമായ ഒരു വേളയാണിത്. ഈ കർഷക സമരത്തിന് ആധാരമായ നിയമങ്ങളെ സംബന്ധിച്ച്, കാർഷിക നിയമങ്ങളെ സംബന്ധിച്ച് RSS, BJP സംഘശക്തികൾ പച്ച നുണകളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഈ നിയമം നമുക്കറിയാം, ജൂൺ ആദ്യവാരം കോവിഡ് പാക്കേജിന്റെ ഭാഗമായി, ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച 3 ബില്ലുകളാണ്. ആ ആത്മനിർഭർ പാക്കേജ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നത് അതിന്റെ ഈ കാർഷിക ബില്ലുകൾ മാത്രമല്ല, അതിനോടൊപ്പം പ്രഖ്യാപിച്ച ഇതര പദ്ധതികളും എല്ലാം തന്നെ ആ പാക്കേജിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് വെളിവാക്കിയിട്ടുള്ള കാര്യമാണ്. വൻതോതിൽ 20 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചതിൽ ഏകദേശം 10, 18, 19 ലക്ഷം കോടി രൂപയും കോർപ്പറേറ്റുകളുടെ വ്യവസായവും വാണിജ്യവും അവരുടെ മൂലധന നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഈ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്നത്. ആത്മനിർഭർ പാക്കേജ് എന്നാണ് പദ്ധതിയുടെ പേരെങ്കിലും പ്രതിരോധ വ്യവസായ രംഗത്തേക്ക് 74% വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ തീരുമാനമെടുത്തത് ഈ പാക്കേജിന്റെ ഭാഗമായിട്ടാണ്. കൽക്കരി ഖനികൾ വരുമാനം പങ്കിടൽ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെടുത്തി കൊമേഴ്സ്യൽ മൈനിങ് അനുവദിച്ചത് ഈ പാക്കേജിന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ തുറന്ന കോർപ്പറേറ്റ് നയങ്ങളാണ്. രാജ്യത്തിന്റെ എയർ സ്പേസിൽ സ്വകാര്യ വ്യോമയാന കമ്പനികൾക്ക് കൊടുക്കുന്നതിനുണ്ടായിരുന്ന നിയന്ത്രണം സമ്പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. രാജ്യത്തിന്റെ വിമാനത്താവളം 6 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുടെ മാനേജ്മെന്റും അതിന്റെ നോക്കി നടത്തിപ്പും 6 വൻകിട സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചു. ഏകദേശം 13ഓളം വിമാനത്താവളങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അക്കമിട്ട് നിരത്തിയാൽ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ആത്മനിർഭർ പാക്കേജ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ് ഈ 3 ബില്ലുകൾ. അപ്പൊ ഈ 3 ബില്ലുകളുടെയും ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് രംഗങ്ങളിൽ കൊണ്ടുവന്ന അതേ ഉള്ളടക്കവും അതേ സമീപനവും തന്നെയാണ് നമുക്ക് ഇതിലും കാണാൻ കഴിയുന്നത്. കോർപ്പറേറ്റുകളുടെ മൂലധന നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കുക, ഇന്നോളം നിക്ഷേപ മേഖല അല്ലാതിരുന്ന മേഖലകളിലേക്ക് കടന്നു കയറാൻ അവസരം ഒരുക്കി കൊടുക്കുക, അതാണ് നിയമങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. ഈ കാർഷിക നിയമങ്ങൾ ഇവ പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. ഇവയുടെ ആകത്തുക, ഈ 3 നിയമങ്ങളുടെ ആകത്തുക എന്നത് നമുക്ക് പരിശോധിച്ചാൽ കാണാം. ഇന്ത്യയുടെ അതിബൃഹത്തായ ഭക്ഷ്യ വസ്തുക്കളുടെ വിപണി, ഭക്ഷ്യധാന്യത്തിന്റെ വിപണി, ഭക്ഷ്യവസ്തുക്കളുടെ വിപണി, അത് കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്തുവാൻ സുഗമമായ വഴിയൊരുക്കുക എന്നതാണ് ഈ നിയമങ്ങളുടെ 3ന്റെയും കൂടെ രത്ന ചുരുക്കം. കോർപ്പറേറ്റുകൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ഇപ്പം നിലനിൽക്കുന്ന തടസ്സങ്ങളുണ്ട്, വിഘ്നങ്ങളുണ്ട്. ആ വിഘ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംഗതി, ഏറ്റവും സുപ്രധാനമായത് ഗവൺമെന്റ് നിയന്ത്രണങ്ങളാണ്. ഇപ്പം വില നിശ്ചയിക്കുന്നതിനകത്തൊരു ഗവൺമെന്റ് റെഗുലേഷനുണ്ട്, സർക്കാരിന്റെ സംഭരണമുണ്ട്. ഈ വിധത്തിൽ ഭക്ഷ്യധാന്യത്തിന്റെ സംഭരണത്തിലും വിൽപ്പനയിലും ഒക്കെ നിലനിൽക്കുന്ന ഗവൺമെന്റ് നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വിഘ്നങ്ങൾ മാറ്റണം. ഈ 3 നിയമങ്ങളും നമ്മൾ ഒരുമിച്ചെടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഭക്ഷ്യവസ്തുക്കളുടെ ഈ വിപണിയിലേക്ക്, അതിബൃഹത്തായ ഒരു വിപണിയാണ്, ആ വിപണിയിലേക്ക് കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാൻ വഴിയൊരുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന രംഗത്ത്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിന്റെ രംഗത്ത്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിറ്റഴിക്കലിന്റെ രംഗത്ത് ഒക്കെയും ഇടപെടാൻ സഹായിക്കുന്ന, അവർക്ക് കടന്നു വരാൻ പാതയൊരുക്കുന്ന നിയമങ്ങളാണ്. അത് നമുക്ക് പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്ന സംഗതിയാണ്. ഇപ്പോൾ ഒരു നിയമം അവർ വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമം ഈ മണ്ഡി ബൈപ്പാസ് ആക്ട് എന്നാണ് നോർത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇതിനെ വിളിക്കുന്നത്. മണ്ഡി ബൈപ്പാസ് ആക്ട്.
എന്ന് പറഞ്ഞാൽ അത് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ട് ആണ്. ആ ആക്ടിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിലവിൽ APMC അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലൊരു സംവിധാനമാണ്. അവരുടെ നിയന്ത്രണത്തിൽ ഉടമസ്ഥതയിലുള്ള ചന്തകൾ വഴിയാണ് അല്ലെങ്കിൽ പർച്ചേസിംഗ് സെന്ററുകൾ വഴിയാണ് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത്. അവിടെ ഉൽപ്പന്നങ്ങൾ ആ മണ്ടികളിലല്ലാതെ ഗ്രാമീണ ചന്തകളിലല്ലാതെ APMC ആക്ട് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പുറത്ത് ആർക്കും വിൽക്കാനാവില്ല. ഈ ചന്തകൾക്ക് പുറത്ത് ആർക്കും വിൽക്കാനാവില്ല. നിലനിൽക്കുന്ന വ്യവസ്ഥ എങ്ങനെയാണ്? അപ്പൊ ആ മണ്ടികളിലെ വില എന്നത് ഗവൺമെന്റ് തീരുമാനിക്കുന്ന താങ്ങുവിലയാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ആണ്. ഈ താങ്ങുവിലയെ താഴ്ത്തി ഈ മണ്ടികളിൽ കച്ചവടം നടത്താൻ പാടില്ല, അനുവദിക്കില്ല. അപ്പൊ അവിടെ ലേലം ആരംഭിക്കുന്നത് തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന താങ്ങുവിലയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ആദ്യത്തെ ആക്ട് ഉദ്ദേശിക്കുന്നത് ഈ APMC ആക്ട് ഇനിയോ മണ്ടികളെയോ നിലനിർത്തിയിരിക്കുകയാണ് ഈ നിയമത്തിൽ. നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുതിയൊരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നത് അതിശക്തമായ ഒരു സ്വകാര്യ ചന്തകളുടെ നിര രൂപപ്പെട്ടു വരത്തക്ക വിധത്തിൽ വകുപ്പുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർഷകർക്ക് മേലിൽ അവർ APMC നിയന്ത്രണമുള്ള ഈ മണ്ടികളിൽ വിൽക്കണമെന്ന് യാതൊരു ബാധ്യതയുമില്ല. അവിടെ മാത്രമേ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാവൂ എന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥ ഇല്ലാതാവുകയാണ്. എവിടെയും വിറ്റഴിക്കാം. ഈ എവിടെയും വിറ്റഴിക്കാവുന്ന വകുപ്പ് കാണിച്ചുകൊണ്ടാണ് BJP വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. കർഷകർക്ക് ഏറ്റവും നല്ല വില കിട്ടുന്ന വിപണി എവിടെയാണോ അവിടെ കൊണ്ടുപോയി വിൽക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. രാജ്യത്ത് മുഴുവൻ എവിടെയും കൊണ്ട് കർഷകർക്ക് വിൽക്കാം, അങ്ങനെ ഏറ്റവും നല്ല വില ഉറപ്പാക്കാൻ കഴിയുന്നു എന്ന നിലയിൽ BJP പ്രചരിപ്പിക്കുന്നത് ഈ വകുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയാം. കർഷകൻ വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ വിളകൾ വിറ്റഴിച്ച് തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ആ കൃഷി നടത്താൻ വാങ്ങിയ വായ്പ വീട്ടിയെടുക്കുവാൻ, അത് ക്ലിയർ ചെയ്യുവാൻ, അല്ലെങ്കിൽ അടുത്ത കൃഷിക്ക് വേണ്ടുന്ന ഇൻപുട്സ് വാങ്ങുവാൻ അവൻ അതിയായി ഗംഭീരമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിളവെടുപ്പ് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അത് വിറ്റഴിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ആ കർഷകൻ അതൊരു സ്റ്റോർ ചെയ്യാൻ എന്താണ് മാർഗം? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കുവാൻ വഴികളില്ല. ഏറ്റവും നല്ല വില കിട്ടുന്നിടത്ത് കൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ അവർക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ല. ഈ കർഷകരെ രാജ്യത്തെ 86% വരുന്ന കർഷകര് 2 ഹെക്ടറിൽ താഴെ മാത്രം ഭൂമിയുള്ളവരാണ്. ആ പാവപ്പെട്ട കർഷകരെ, സാധാരണ കർഷകരെ ക്രൂരമായി പരിഹസിക്കുന്ന ഒന്നാണ് രാജ്യത്ത് എവിടെയും കൊണ്ടുവന്ന് വിൽക്കാം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഉള്ളി കൃഷിക്കാർക്ക് ഏറ്റവും നല്ല വില കിട്ടുന്ന കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാമെന്നാണ് പറയുന്നത്. എവിടെ സാധ്യമാകുന്ന കാര്യമാണ്? ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു കാര്യം പറഞ്ഞ് RSSും BJPയും ഇതിന് അനുകൂലമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക, നിയമത്തിന് അനുകൂലമായി. യാഥാർത്ഥ്യം എന്താണ്? ഒരു കാരണവശാലാവില്ല. അപ്പൊ ഈ നിയമത്തിന്റെ ആദ്യം ഞാൻ സൂചിപ്പിച്ച ഈ മണ്ഡി ബൈപ്പാസ് ആക്ട് അഥവാ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് APMCയും മണ്ടികളും നിലനിൽക്കുകയാണല്ലോ, അത് പിരിച്ചുവിട്ടിട്ടില്ലല്ലോ എന്നവർ വാദഗതിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. വസ്തുതയാണ്, അത് നിലനിൽക്കുകയാണ്. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് കോർപ്പറേറ്റുകളുടെ പരിധിയിലുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്വകാര്യ ചന്തകളുടെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിന്റെ ഒരു ശൃംഖല രാജ്യം മുഴുവൻ സ്ഥാപിക്കുകയും അവിടെ നികുതി ഇല്ലാതിരിക്കുകയും മറ്റിടത്ത് സർക്കാരിന്റെ നികുതി നിലനിൽക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ആ വിപണിയിലേക്ക്, പ്രത്യേകിച്ചും കോർപ്പറേറ്റുകൾ കർഷകരെ അവിടേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി തുടക്ക വർഷങ്ങളിൽ ഒരു ഉയർന്ന വില വാഗ്ദാനം ചെയ്താൽ തീർച്ചയായിട്ടും ക്രമേണ നമുക്ക് കാണാൻ പറ്റും APMCയുടെ പരിധിയിലുള്ള ഗ്രാമീണ ചന്തകൾ ദുർബലമാകും. അങ്ങനെ ദുർബലമായി ഈ വിപണിയിൽ കോർപ്പറേറ്റുകളുടെ ചന്ത മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ യഥേഷ്ടം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില അവർ തീരുമാനിക്കുന്ന സ്ഥിതി വരും. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കാത്തത്? MSPയെ സംബന്ധിച്ച്, മിനിമം സപ്പോർട്ട് പ്രൈസിനെ സംബന്ധിച്ച്, താങ്ങുവിലയെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് റെഗുലേഷനും എടുത്തു കളയാണ്. വില നിയന്ത്രണത്തിന് മേലുള്ള എല്ലാത്തരം നിയന്ത്രണങ്ങളും എന്ന് പറഞ്ഞാൽ എവിടെ വരെ താഴാം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില? അതാണല്ലോ താങ്ങുവില. എവിടം വരെ താഴാം? ഏറ്റവും മിനിമം എവിടം വരെയാകാം? അത് സർക്കാർ ഇനി പറയില്ല. MSPയെ സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ല. ഈ നിയമത്തിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട്
കോൺട്രാക്ട് ഫാമിംഗ് ആക്ടിന്റെ നിയമത്തിന്റെ സെക്ഷൻ 5 പറയുന്നിടത്ത് എവിടെയാണ് MSP ഉള്ളത് നിങ്ങൾ നോക്കുക. വിലയെക്കുറിച്ച് പറയുകയാണ്. ടു എൻഷർ ദ ബെസ്റ്റ് വാല്യൂ ടു ദ ഫാർമർ, കർഷകന് ഏറ്റവും നല്ല വില ഉറപ്പാക്കാൻ സച്ച് പ്രൈസ് മേ ബി ലിങ്ക്ഡ് ടു ദ പ്രിവൈലിംഗ് പ്രൈസസ് ഇൻ സ്പെസിഫൈഡ് APMC or electronic trading and transaction platform or any other suitable benchmark prices. സെക്ഷൻ നമ്പർ 5 പറയും. എവിടെയാണ് MSP കുറിച്ച് പറയുന്നത്? അതായത് കർഷകർക്ക് ഏറ്റവും മെച്ചപ്പെട്ട വില കിട്ടാൻ APMCയിൽ നിലവിലുള്ള വിലയുമായോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് ട്രേഡിംഗിന്റെ പ്ലാറ്റ്ഫോമിന്റെയും അവിടെ നിലനിൽക്കുന്ന വിലയുമായോ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വിലയെ ലിങ്ക് ചെയ്യും. മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. സർക്കാർ സംഭരണത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമുക്കറിയാം FCI ദുർബലമായിക്കൊണ്ടിരിക്കുക. രാജ്യത്തെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭരണം അവസാനിപ്പിക്കണമെന്ന് ശാന്തകുമാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ FCI ദുർബലമാകുകയാണ്, സർക്കാർ സംഭരണം ദുർബലമാകുകയാണ്, MSP ഇല്ലാതാകുകയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ സ്വകാര്യ ചന്തകളുടെ ഒരു നീണ്ട നിര വരികയും കുത്തകകൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ ദുർബലരായ നിസ്സഹായരായ വെറും 2 ഏക്കറുകാരനും 1 ഏക്കറുകാരനും 3 ഏക്കറുകാരനും ഈ വൻകിട കോർപ്പറേറ്റിനോട് വിലപേശുക, മത്സരിക്കുക? അസാധ്യമായ കാര്യമാണ്. അപ്പൊ അവിടെ പിന്നെ സംഭവിക്കുക, ഈ വില നിശ്ചയിക്കാനുള്ള ഒരു മാനദണ്ഡവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കർഷകരുടെ ഇത്ര വലിയൊരു പ്രതിഷേധം വരാൻ കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ ഒരു മാനദണ്ഡവും സർക്കാർ ഈ നിയമത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ്. വിലയപ്പോൾ ആരാ നിശ്ചയിക്കേണ്ട? മാനദണ്ഡം എന്താ? മാനദണ്ഡം കോർപ്പറേറ്റുകൾ വില നിശ്ചയിക്കും. കുത്തകകൾ ഭക്ഷ്യധാന്യങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും വില നിശ്ചയിക്കും എന്ന് പറഞ്ഞാൽ വാങ്ങുന്നതിന്റെ വില. അതുമാത്രമല്ല, റെഗുലേഷൻ എടുത്തു കളഞ്ഞു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, എവിടെ വരെ താഴാമെന്നുള്ളതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. അതും സർക്കാർ പറയില്ല. അതുമാത്രമല്ല, വിൽക്കുന്നതിനെ സംബന്ധിച്ചും സർക്കാർ പറയില്ല. എവിടെ വരെ വിലയാകാം അതും പറയില്ല സർക്കാർ. കുറ്റം പറയില്ല. അതും പറയാത്തതിന്റെ കാരണം എന്താ? അത് പറയാത്തതിന്റെ കാരണം വിറ്റഴിക്കുമ്പോൾ യഥേഷ്ടം വിറ്റഴിക്കാൻ എത്ര ഉയർന്ന വില ഈടാക്കിയും ഒരു വിളവെടുപ്പിന്റേതല്ലാത്ത സമയത്ത് ഈ ഭക്ഷ്യവസ്തുക്കൾക്ക് ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഒരു വേളയിൽ ഏറ്റവും ഉയർന്ന വില ഈടാക്കി വിൽക്കാനുള്ള വകുപ്പും ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമുക്ക് ആ നിയമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വിലയെ സംബന്ധിച്ച് എപ്പോഴാണ് സർക്കാർ ഇടപെടലിനെ കുറിച്ച് പറയുന്നത്? അത് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിലാണ് പറയുന്നത്. സർക്കാർ ഇടപെടൽ എപ്പോഴുണ്ടാവും, വില നിയന്ത്രണം എപ്പോഴുണ്ടാവും. അതിന് 2 സാഹചര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പെരിഷബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വില ഒരു വർഷത്തിന്റെ ശരാശരി കണക്കാക്കുമ്പോൾ 50% കൂടുതലായാൽ, പെരിഷബിൾ അല്ലാത്തവയുടെ വില 100% കൂടുതലായി, വർഷത്തിലെ ശരാശരിയാണ് എടുക്കുള്ളൂ, അത് 100%-ലായാൽ മാത്രമേ സർക്കാർ വില നിയന്ത്രണത്തിൽ ഇടപെടുകയുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വില തീരുമാനിക്കുന്നത് നിശ്ചയമായും കോർപ്പറേറ്റുകളായിരിക്കും. അപ്പം സ്വാഭാവികമായും ഈ APMC ആക്ട് വഴി നമ്മുടെ ഗ്രാമീണ മണ്ടികൾ നമ്മുടെ സംസ്ഥാനത്തില്ല, കേരളത്തിലില്ല ഈ സംവിധാനം. മറ്റു സംസ്ഥാനം വടക്കേന്ത്യയിലാണ് പ്രത്യേകിച്ചുള്ളത്. ഗ്രാമീണ മണ്ടികൾ അപ്രത്യക്ഷമാവുമ്പോൾ, ദുർബലമാവുമ്പോൾ അതിന്റെ സ്ഥാനത്ത് പിന്നെ അവശേഷിക്കുന്നത് കോർപ്പറേറ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ ചന്തകൾ മാത്രമാവുമ്പോൾ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ നിർബന്ധിതമാകും. അവരുടെ വിപണി മാത്രമേ കാണൂ, അവരുടെ ചന്തകൾ മാത്രമേ കാണൂ. ഈ ഓപ്ഷൻ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ സ്വീകരിക്കാനാവില്ല. ഈ APMC ആക്ട് പ്രകാരമുള്ള ഗ്രാമീണ ചന്തകൾ പരാധീനതകളുള്ളവയാണ്, അത് നമുക്കറിയാം. ആ പരാധീനതകൾ പരിഹരിക്കാനെന്ന വ്യാജേന അവയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് വാസ്തവത്തിൽ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചന്തകളുമില്ല, FCIയുമില്ല, സർക്കാർ സംഭരണവുമില്ല എന്ന് വന്നാൽ പിന്നെ ഭക്ഷ്യവസ്തുക്കൾ എടുക്കാൻ ഈ കോർപ്പറേറ്റുകളുടെ ചന്ത മാത്രമേ അവശേഷിക്കുള്ളൂ എന്ന് വന്നാൽ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് പരമാവധി വില താഴ്ത്തി ഈ സാധന സാമഗ്രി പാവപ്പെട്ട കർഷകരിൽ ശേഖരിക്കാൻ കോർപ്പറേറ്റുകൾ തീരുമാനിക്കും. ഇതാണ് 1ാമത്തെ ആക്ട് ഇതിനെ എതിർക്കുന്നത്. ഇത് നിഷേധിക്കാനാവില്ല. ഞാൻ ഈ വായിച്ച ഈ വകുപ്പ് സെക്ഷൻ നമ്പർ 5 എവിടെയാണ് MSPയെ കുറിച്ച് പറയുന്നത്? എവിടെയാണ് സർക്കാർ സംഭരണത്തെ കുറിച്ച് പറയുന്നത്? ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. 2ാമത്തെ ആക്ട് കോൺട്രാക്ട് ഫാമിംഗ് ആണ്. കോൺട്രാക്ട് ഫാമിംഗ് എന്ന് ഉദ്ദേശിച്ചത് കർഷകരും ഒരു സ്പോൺസറും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി. വളരെ വിചിത്രമാണ്, തേർഡ് പാർട്ടി എന്നുള്ള പ്രയോഗം നിയമത്തിലുണ്ട്. BJPയുടെ ഏറ്റവും വലിയ പ്രചാരണം ഇടനിലക്കാരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ്. BJPയുടെ
പക്ഷെ തേർഡ് പാർട്ടി ആരാണ്? തേർഡ് പാർട്ടി നിർവചനമില്ല. സ്പോൺസർ ഉണ്ട്. സ്പോൺസറെ നമ്മൾ കോർപ്പറേറ്റ് ആയിട്ട് കരുതാം. ഈ രംഗത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു വലിയ മുതലാളി. ആ മുതലാളിയും കർഷകനും തമ്മിലുണ്ടാക്കുന്ന ഒരു ഫാം എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് കോൺട്രാക്ട് ഫാമിംഗ്. ആ ഫാം എഗ്രിമെന്റ് അനുസരിച്ച് ഫാം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്പോൺസർ ആയിരിക്കും. ഫാം സർവീസസ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത്, വളം, കീടനാശിനി, അഗ്രി മെഷീനറീസ്, ആവശ്യം വേണ്ടുന്ന മറ്റ് ഇൻപുട്സ് മുഴുവനും ഈ ഫാം സർവീസ് പ്രൊവൈഡർ ലഭ്യമാക്കും. അതിന്റെ വിലയാര് തീരുമാനിക്കും? അതിനൊരു വിലയുണ്ട്. ആ വിലയാര് തീരുമാനിക്കും? ഈ ഫാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുത്തക കമ്പനി തീരുമാനിക്കും. ആ വില നാട്ടിലെ മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതലായാലും, വളമായാലും വിത്തായാലും എന്തായാലും അവർ നിശ്ചയിക്കുന്ന വിലയ്ക്കാണ് അത് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് ലാഭം കൊയ്യാനുള്ള ഒരു മേഖലയായിട്ട് തന്നെയാണ് അത് പിന്നീട് മാറുക. അതവിടെ നിൽക്കട്ടെ. ഈ ഫാം സർവീസസ് പ്രൊവൈഡർ എന്ന നിലയിൽ സ്പോൺസർ ഈ കൃഷിക്ക് വേണ്ടുന്ന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കും. ശേഷം വിളവെടുപ്പിന്റെ സമയത്ത് വിളവെടുത്ത് കിട്ടുന്ന വിളയുടെ വില എഗ്രിമെന്റിന്റെ സമയത്ത് തന്നെ നിശ്ചയിക്കപ്പെടും. അങ്ങനെയാണ് വില നിശ്ചയിക്കപ്പെടുക. അപ്പൊ വില നിശ്ചയിക്കുന്നതിനകത്ത് അവിടെയാണ് വീണ്ടും ഈ വില നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡം ആദ്യം ചോദിച്ചതുകൊണ്ടാണ്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിക്കുക? അതിന്റെ മാനദണ്ഡം എന്താ? അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഒരു മാനദണ്ഡവുമില്ല. അപ്പൊ കോൺട്രാക്ട് ഫാമിംഗ് അനുസരിച്ച് തീർച്ചയായിട്ടും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നിയന്ത്രണം, അതിന്റെ ഉടമസ്ഥത, അത് സമ്പൂർണമായും അവരുടെ കൈപ്പിടിയിലേക്ക് വരികയാണ്. അപ്പോൾ ഉൽപാദനം നേരിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുകയല്ല, കർഷകരെ വെച്ച് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ കർഷകർക്ക് അവര് ഇൻപുട്സ് എത്തിച്ചു കൊടുക്കും, ഇൻവെസ്റ്റ്മെന്റ് സഹായിക്കും, ഇൻപുട്സ് എത്തിച്ചു കൊടുക്കും. അതിന് തിരിച്ച് കർഷകർ കൊടുക്കേണ്ട ഉറപ്പ് എന്താന്ന് വെച്ചാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഈ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുമെന്ന എഗ്രിമെന്റ് അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ഈ എഗ്രിമെന്റിൽ എന്തെങ്കിലും വയലേഷൻ വന്നാൽ രാജ്യത്തിന്റെ കോടതികളിൽ പോകാൻ കർഷകരെ അനുവദിച്ചിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ചർച്ചകളിൽ, കർഷക സംഘടനകളുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ, 2ാം ദിവസത്തെ ചർച്ചയിൽ ഗവൺമെന്റ് വെച്ച വാഗ്ദാനം കർഷകർക്ക് കോടതിയിൽ പോകാനുള്ള വകുപ്പും കൂടെ എഴുതി ചേർക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജില്ലാ കോടതി വരെ പോകാനുള്ള എഴുതി ചേർക്കാം എന്നുള്ള വകുപ്പ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പത്രങ്ങളിൽ കണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിലവിലുള്ള നിയമത്തിൽ അതില്ല എന്നതാണ്. RSSും BJP എന്തു തന്നെ പ്രചരിപ്പിച്ചാൽ അതിൽ എഴുതിയിരിക്കുന്നത് ഒരു സബ് ഡിവിഷണൽ തലത്തിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ. കർഷകർ എങ്ങനെയാണ് കുത്തകകളോട് ഫൈറ്റ് ചെയ്യുക? ഈ ഫാം എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഹൗസിനോട് എങ്ങനെയാണ് കർഷകൻ മത്സരിക്കുക, പിടിച്ചു നിൽക്കുക, അയാളുടെ വിലപേശുക? അസാധ്യമായ കാര്യമാണ്. എത്രയോ നമുക്ക് അനുഭവങ്ങളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവന് നിയമപരമായി പോലും ഒരു പ്രൊട്ടക്ഷൻ കിട്ടാത്ത സാഹചര്യമാണ്. കാർഷിക രംഗത്തൊരു പ്രതിസന്ധി വന്നാലോ അതിനകത്ത് പറയുന്നതനുസരിച്ച് സ്പോൺസർ റിക്കവറി ചെയ്യുമ്പോൾ കൃത്യമായി അതിനകത്ത് ചൂണ്ടിക്കാണിച്ച് ഇറ്റ് ഷാൽ നോട്ട് ബി എക്സിഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി സ്പോൺസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോൺസറുടെ യഥാർത്ഥ വിലയേക്കാൾ റിക്കവറിയുടെ തുക കൂടരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കർഷകരിൽ നിന്ന് റിക്കവറി ചെയ്യും എന്നത് തന്നെയാണ്, പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വിളനഷ്ടമോ വേറെന്തെങ്കിലും തകർച്ചയോ വേറെന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നാൽ പിടിച്ചെടുക്കുമെന്നല്ല. ഇറ്റ് ഷാൽ നോട്ട് ബി എക്സീഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ സ്പോൺസർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. റിക്കവറി ഒരിക്കലും പിടിച്ചെടുക്കുന്ന തുക എന്ന് പറഞ്ഞാൽ അത് കർഷകന് വേണ്ടി എന്ന മട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരിക്കലും സ്പോൺസർ കർഷകരിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റിനേക്കാൾ കൂടുതൽ തുക ഈടാക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഈ കോൺട്രാക്ട് ഫാമിംഗ്, ഈ ആക്ട് ആണ് ഇതിന്റെ ഏറ്റവും അപകടകരമായ ആക്ട്. വിള എന്ത് ചെയ്യണം കർഷകൻ, ഏത് ഉൽപാദനം നടത്തണം, അത് കോർപ്പറേറ്റുകൾ തീരുമാനിക്കും. കൃഷിയുടെ മെത്തേഡ് എന്തായിരിക്കണം, അതിന്റെ പ്രൊസീജിയർ എന്തായിരിക്കണം, അത് കോർപ്പറേറ്റുകൾ തീരുമാനിക്കും. അങ്ങനെ കോർപ്പറേറ്റുകൾ തീരുമാനിക്കും. അവര് ഒരു 4-5 വർഷക്കാലം അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മുടെ മണ്ണിന് അനുയോജ്യമല്ലാത്ത വിളകൾ ഉൽപ്പാദിപ്പിക്കും. ആ 4-5 വർഷത്തെ ഉൽപാദന പ്രക്രിയയിലൂടെ മണ്ണിന്റെ മുഴുവൻ സ്വാഭാവികമായ അതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ നിശ്ചയിക്കുന്ന മറ്റൊരു വിളയ്ക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ ഈ എഗ്രിമെന്റിലേക്ക് എൻട്രി ചെയ്യാൻ പോലും, തുടർന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ കർഷകർ ഒറ്റപ്പെടും. മാത്രമല്ല അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി, ഇടനിലക്കാരെ ഒഴിവാക്കിയിരിക്കുന്നതാണല്ലോ നിയമം പറയുന്നത്. ഒരു ക്വാളിറ്റി അസയറെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ നിയമത്തിൽ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന ഗുണനിലവാരമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ക്വാളിറ്റി അസയർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഇടനിലക്കാരനല്ലേ. ആ അസയർ നിശ്ചയിച്ചിട്ട് ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ല എന്ന് വിധി എഴുതിയാൽ എഗ്രിമെന്റിൽ പറയുന്ന പ്രകാരമുള്ള വില ലഭിക്കില്ല കർഷകന്. അപ്പൊ ഫാം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പേരിൽ അമിതമായ വില ഈടാക്കി ഇൻപുട്സ് കൊടുക്കാം. അതുമാത്രമല്ല
അങ്ങനെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ല എന്നതിന്റെ പേരിൽ എഗ്രിമെന്റിൽ തയ്യാറാക്കിയിരിക്കുന്ന ആ വില നൽകാതെയും ഇരിക്കാം. ഇതൊക്കെ ഈ നിയമത്തിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് കോൺട്രാക്ട് ഫാമിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ കർഷകരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കോൺട്രാക്ട് ഫാമിംഗ്. അത് സൃഷ്ടിക്കാൻ പോകുന്ന അപകടം നമുക്ക് പ്രവചിക്കാനാവാത്ത അപകടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന GM സീഡ്സ് അടക്കമുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരും, അവർ നടപ്പാക്കും. എഗ്രിമെന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരെത്തിക്കുന്ന വിത്തേ കൃഷി ചെയ്യാനാവൂ എന്നുള്ള സ്ഥിതി വിശേഷം വരും. അപ്പം ഇതിനെന്തൊക്കെ ന്യായീകരണങ്ങൾ നൽകിയാലും നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്, ഈ രാജ്യത്ത് എവിടെങ്കിലും കോർപ്പറേറ്റ് ഹൌസിനോട് ഏറ്റുമുട്ടി വിജയിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരന്റെ കഥ പറയാമോ? നമുക്ക് കാണാനാവില്ല. ഒറീസയിൽ സുകിന്ദ താഴ്വര പണ്ടുകാലം മുതലേ ടാറ്റ അതിന്റെ ചെമ്പ് ഖനികൾ ടാറ്റ കൈവശപ്പെടുത്തിയതിനെതിരെ ആ പ്രദേശത്തുണ്ടായ വലിയ മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ചും ആദിവാസികളും തദ്ദേശീയരും നടത്തിയ പ്രക്ഷോഭത്തെ മുഴുവൻ ക്രഷ് ചെയ്താണ് ടാറ്റ വളർന്നു വലുതായത്. ഈ രാജ്യത്തിന്റെ ഏത് കോണിൽ നോക്കിയാൽ വഴിയാം ഈ കോർപ്പറേറ്റ് ഹൌസുകൾ നടത്തിയിട്ടുള്ള പ്രകൃതിയിലെ ചൂഷണം, ജനങ്ങൾക്ക് മേലുള്ള ചൂഷണം, തൊഴിലാളികൾക്ക് മേലുള്ള ചൂഷണത്തെ തടയിടാൻ എവിടെയാണ് കഴിഞ്ഞിട്ടുള്ളത്? ഈ ഭരണകൂട സംവിധാനങ്ങൾ കർഷകന്റെ കൂടെയാണോ, സാധാരണക്കാരന്റെ കൂടെയാണോ, തൊഴിലാളികളുടെ കൂടെയാണോ? നാം എന്താണ് കാണുന്നത്? അല്ല. കോടതികൾ, സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ ഈ പ്രതിസന്ധിയുടെ കാലത്ത്, ഈ ദുരന്തത്തിന്റെ കാലത്ത് പോലും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നില്ലെന്ന് നമ്മുടെ അനുഭവമാണ്. ലോക്ക്ഡൌൺ വേളയിൽ തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ഉറപ്പാക്കണം, ഒരു തൊഴിലാളിയുടെയും ശമ്പളം പിടിച്ചെടുക്കരുത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഉത്തരവിനെതിരെ നമ്മുടെ നാട്ടിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, വൻകിട മുതലാളിമാരുടെ സംഘടന സുപ്രീം കോടതി കേസിന് പോയി. ആ കേസ് കേട്ടിട്ട് സുപ്രീം കോടതി വിധിച്ചത് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കി. കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം ഉറപ്പാക്കുന്ന ഒരു ഉത്തരവ് മുതലാളിമാർക്ക് വേണ്ടി റദ്ദാക്കി കൊടുത്തു സുപ്രീം കോടതി. അങ്ങനെ നിലനിൽക്കുന്ന നാട്ടിലെ കർഷകന്റെ പക്ഷത്ത് നിൽക്കുമോ? ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ കൂടെ ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന, അനിശ്ചിതത്വത്താലും നിസ്സഹായതയാലും വേട്ടയാടപ്പെടുന്ന ഈ സാധാരണ മനുഷ്യരുടെ കൂടെ നിൽക്കോ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനം? ഉണ്ടാവില്ല. അപ്പൊ ഈ കോൺട്രാക്ട് ഫാമിംഗിൽ അത് ആത്യന്തികമായി കർഷകരും സ്പോൺസറും തമ്മിലുണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ആ എഗ്രിമെന്റിൽ നിന്ന് ഒരു കാലത്തും കർഷക ജനസാമാന്യത്തിന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. മൂന്നാമത്തെ നിയമം അപ്പൊ ഉൽപാദനമായി, സംഭരണമായി. അടുത്തത് വിറ്റഴിക്കലിനെ സംബന്ധിച്ചാണ്. ആ വിറ്റഴിക്കലും സംഭരണവും കൂടെ ഏകദേശം അതിനെ ക്ലബ് ചെയ്തുകൊണ്ടാണ്, ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് മൂന്നാമത്തെ നിയമം, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. അത് ഭേദഗതി ചെയ്തു. നമുക്കറിയാം, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ച് ഇവിടെ ചില വസ്തുക്കൾ ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തോട്ട് ആർക്കും വാങ്ങി സൂക്ഷിക്കാനാവില്ല, സ്റ്റോർ ചെയ്യാനാവില്ല, സംഭരിക്കാനാവില്ല. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളിൽപ്പെട്ടവയാണ് നമുക്കറിയാം ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരു, എഡിബിൾ ഓയിൽ, സബോള, കിഴങ്ങ്. ഇതേപോലെ ഇന്ത്യൻ ജീവിതത്തിന്റെ ഏറ്റവും ആവശ്യമെന്ന് കരുതപ്പെടുന്ന വസ്തുക്കൾ ഈ അവശ്യ വസ്തുക്കളുടെ ലിസ്റ്റിൽപ്പെട്ടിരുന്നവയാണ്. ഇതിനു മുമ്പ്, ഈ നിയമം വരുന്നതിന് മുമ്പ് ആർക്കും ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കാണുന്നത് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഭക്ഷ്യ വസ്തുക്കൾ മുഴുവനും ആർക്കും എത്ര വേണേലും ശേഖരിക്കാം, എത്ര കാലത്തിലേക്ക് വേണേലും ശേഖരിക്കാം, അവർക്ക് യഥേഷ്ടം അത് വിറ്റഴിക്കാം, അതിന്റെ വില യഥേഷ്ടം അവർക്ക് തീരുമാനിക്കാം. ആർക്കാണ് ഇതിന് പറ്റുക? ഈ രാജ്യത്തെ FCIയുടെ ഗോഡൌണുകൾ മുഴുവൻ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾ സ്വകാര്യവൽക്കരണത്തിന്റെ മറയിലൂടെ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊണ്ട് തന്നെ സൃഷ്ടിച്ച ഈ ഗോഡൌണുകളിൽ ഇന്ത്യൻ മുതലാളിമാർ പാവപ്പെട്ട ജനങ്ങൾ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ മേടിച്ച് സ്റ്റോർ ചെയ്യും. ഈ നിയമത്തിന്റെ ഭേദഗതിയിലൂടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലാതായി മാറി. അപ്പൊ എത്രമാത്രം വേണേലും ഇവർക്ക് വാങ്ങി സൂക്ഷിക്കാം, സ്റ്റോർ ചെയ്യാം, അവർക്ക് യഥേഷ്ടം വില ചുമത്തി വിൽക്കാം. ഇത്തരമൊരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അന്നത്തിന്റെ വില തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷം വരുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഫാമിങ്ങും അതിനു മുമ്പ് ഞാൻ പറഞ്ഞ നമ്മൾ കണ്ട ഈ മണ്ഡി ബൈപ്പാസ് ആക്ടും, അതായത് ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ സംബന്ധിച്ച ആക്ടും ഈ വന്നിരിക്കുന്നതും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കോർപ്പറേറ്റുകളുടെ
കൈവശത്തിലേക്ക് വന്ന കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരു ഉൽപാദന രംഗം. അവിടെ അതിന്റെ വില നിശ്ചയിക്കുന്നത് മുതലാളിമാർ. അവരവരുടെ സ്വകാര്യ ചന്തകളിലൂടെ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവരത് വാങ്ങിച്ച് സൂക്ഷിക്കുന്നു. ഏറ്റവും താഴ്ന്ന വിലയ്ക്ക് സർക്കാർ ഇടപെടലില്ല. അങ്ങനെ വാങ്ങി സൂക്ഷിച്ചു വെക്കുന്ന സാധനം എത്ര കാലത്തേക്ക് വേണേലും അവർക്കത് സൂക്ഷിച്ചു വെക്കാം, സ്റ്റോർ ചെയ്യാം. രാജ്യത്തിന്റെ ഏറ്റവും നല്ല വില കിട്ടുന്ന ഒരു സന്ദർഭം വരുമ്പോൾ, അതിനുള്ള സാഹചര്യം വരുമല്ലോ, വിളവെടുപ്പല്ലാത്ത കാലം, അല്ലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരന്തത്തിന്റെ കാലങ്ങളടക്കം വരാം. ആ സന്ദർഭത്തിൽ അവരുടെ സ്റ്റോക്ക് വിറ്റഴിക്കാൻ അനുവാദം നൽകുക. ഇതാണ് ഈ നിയമങ്ങളുടെ ആകത്തുകയിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, രാജ്യത്തിന്റെ അതിവിപുലമായ ഭക്ഷ്യധാന്യ ഭക്ഷ്യവസ്തുക്കളുടെ വിപണി കൈപ്പിടിയിൽ ഒതുക്കുവാൻ, സുഗമമായി അവർക്ക് അതിലേക്ക് എൻട്രി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കലാണ് നിയമങ്ങൾ. അങ്ങനല്ലെന്ന് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ നിയമത്തെ നിലനിൽക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നോ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നോ അടർത്തി മാറ്റി പരിശോധിച്ചിട്ടൊരു കാര്യമില്ല. നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? നിലനിൽക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാർഷിക മേഖലയിലെ നിയമങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കുക. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇന്ധന വില നിയന്ത്രണം സർക്കാർ എടുത്തു കളഞ്ഞപ്പോൾ പറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിലെ വിലയുമായി നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്യുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് മാത്രമേ ഇനി വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുക. അത് പറഞ്ഞല്ലേ ഈ രാജ്യത്തിന്റെ ഇന്ധന വില നിയന്ത്രണം എടുത്തു കളഞ്ഞത്. പെട്രോളിന്റെ ഡീസലിന്റെ പെട്രോളിന്റെ UPA എടുത്തു കളഞ്ഞു, ഡീസലിന്റെ വില NDA ഭരണം എടുത്തു കളഞ്ഞു. ഇപ്പൊ നാം കാണുന്നത് എന്താ? അന്താരാഷ്ട്ര വിപണിയിൽ കഴിഞ്ഞ 6 വർഷമായി വില ഇടിഞ്ഞിരിക്കുകയാണ്. വൻതോതിൽ 60% വില ഇടിഞ്ഞിരിക്കുന്നു ശരാശരി 6 വർഷമായി. പക്ഷെ നാം കാണുന്നത് പെട്രോളിന് 90 രൂപയായി. സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ വില കഴിഞ്ഞ ആഴ്ചയിൽ 50 രൂപ വർദ്ധിപ്പിച്ചു. എവിടെയാണ് ഇന്ധന വില നിയന്ത്രണം വഴി നാട്ടുകാരന് അതിന്റെ പ്രയോജനമുണ്ടായത്? എവിടെയാണ്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ GST വന്നാൽ വില കുറയുമെന്ന് പ്രചരിപ്പിച്ചു. ഏക നികുതി വരുന്നത് വഴി ആർക്കു വേണ്ടിയാണ് GST കൊണ്ടുവന്നത്? ഈ രാജ്യത്തെ ഓർഗനൈസ്ഡ് റീറ്റെയിൽ ചെയിനുകൾ, സംഘടിതമായ ചില്ലറ വിൽപ്പന ശൃംഖല, അതിൽ ഉടമസ്ഥരായിരിക്കുന്ന ഏറ്റവും വൻകിടകളായ കുത്തകൾക്ക് വേണ്ടിയിട്ടാണ്. അവര് ബോംബെയിൽ നികുതി അടച്ചാൽ അത് കാശ്മീരിലും കന്യാകുമാരിയിലും വിറ്റഴിക്കാം. അതിന്റെ സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരൻ ഇതിന് പ്രയോജനപ്പെടുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ആളുകൾ ബോംബെയിൽ നികുതി അടച്ച് രാജ്യത്തിന്റെ ഫലഭാഗത്ത് വിൽക്കുന്ന ആളുകളല്ല. അവർ സാധാരണ കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാരെ പുറന്തള്ളിക്കൊണ്ടാണ് ഈ നടപടികൾ വരുന്നത്. അപ്പൊ GST നടപ്പാക്കി ആർക്കു വേണ്ടി? ഈ നിയമങ്ങൾ മുഴുവൻ വന്നത് ആർക്കു വേണ്ടി? ഈ പൊളിച്ചെഴുത്ത് മുഴുവൻ ആർക്കു വേണ്ടി? വളരെ ഉയർന്ന വിലയുള്ള BPCL, രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വൻതോതിൽ ലാഭം സമ്പാദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന BPCL സ്വകാര്യവൽക്കരിക്കുന്നു. ആർക്കു വേണ്ടി? ഈ സ്വകാര്യവൽക്കരണ നയങ്ങൾ മുഴുവൻ ആർക്കു വേണ്ടി? അപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം, രാഷ്ട്രീയ യാഥാർത്ഥ്യം, ഭരണം പരിപൂർണമായും കോർപ്പറേറ്റുകളുടെ ദാസ്യത്തിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു ഭരണം നടക്കുന്ന നാട്ടിൽ കർഷകർക്ക് ഗുണം ചെയ്യുന്ന, കർഷകരെ വൻതോതിൽ വാനോളം ഉയർത്തുന്ന, കർഷകരുടെ രക്ഷ മാത്രം ഉറപ്പാക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഭരിക്കുന്നവർ പറഞ്ഞാൽ, മറ്റുള്ള അവരുടെ നിയമങ്ങളുടെ, അവരുടെ നയങ്ങളുടെയും സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? ഒരു കാരണവശാലും അത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലെന്ന് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കും. ഈ ഭരണത്തിന്റെ പോക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഭരണം കൊണ്ടുവന്നിരിക്കുന്ന നടപടികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നോട്ട് നിരോധനമായിട്ട് എന്ത് നടപടികളായിക്കൊള്ളട്ടെ, സ്വകാര്യ മൂലധന ശക്തികളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കാൻ അതിന് മുമ്പിലുള്ള വിഘ്നങ്ങൾ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നാം കാണുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായം എന്ന് പറഞ്ഞാൽ, രാജ്യത്തിന്റെ അതിർത്തിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ അതിർത്തി രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണല്ലോ പ്രതിരോധം. ആ പ്രതിരോധ രംഗത്തേക്ക് വിദേശ ശക്തി വന്നാലുള്ള സ്ഥിതിവിശേഷം എന്തായിരിക്കും? രാജ്യത്തിന്റെ സുരക്ഷ എത്രമേൽ അപകടത്തിലാവും യഥാർത്ഥത്തിൽ. പക്ഷെ അത് ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. കോർപ്പറേറ്റുകളുടെ മൂലധന നിക്ഷേപത്തിന് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. നമ്മുടെ നാടിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം ഇതാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെയും സാമ്പത്തിക നയങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം ഈ നിയമത്തെയും പഠിക്കാനും പരിശോധിക്കാനും. അല്ലാതെ ഇതിനു മാത്രമായി കർഷക രക്ഷയുടെ ഒരു മുഖാവരണം അല്ലെങ്കിൽ കർഷക രക്ഷയുടെ ഒരു ലക്ഷ്യം ഇതിനുണ്ടാവുക അസാധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കർഷകർ ഇന്ന് ദില്ലിയിൽ നടത്തുന്ന സമരം ഐതിഹാസികമായ സമരമാണ്. ഇന്ത്യൻ കർഷകരുടെ ദൈന്യാവസ്ഥ വിളംബരം ചെയ്യുന്ന ഒരു സമരമാണ് ഡൽഹിയിൽ നടക്കുന്നത്. മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും പിന്തുണ വേണ്ടുന്ന ഒരു സമരമാണ്. കർഷകർ അചഞ്ചലമായ ഒരു പോരാട്ടത്തിലാണ്.
വിട്ടുവീഴ്ചയില്ലാത്തൊരു പോരാട്ടത്തിലാണ് കർഷകർ. അതുകൊണ്ടാണ് അവർ 4 തവണത്തെ ചർച്ചയിലും പോയപ്പോൾ അവർ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് യെസ് ഓർ നോ എന്ന് പറയുക, നിയമം പിൻവലിക്കോ ഇല്ലയോ എന്ന് പറയുക, കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട. അത്ര ഇച്ഛാശക്തിയോടുകൂടി കർഷകർ ഇത് പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ നിയമം അവരുടെ ജീവിതത്തെ മുച്ചൂടും തകർക്കുമെന്ന് നമുക്കറിയാം. ഓർക്കുക, 40 ലക്ഷം ഹെക്ടർ പ്രദേശത്താണ് പഞ്ചാബിലെ കർഷകർ അരി ഉത്പാദിപ്പിക്കുന്നത്. പഞ്ചാബിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ഗോഡൌണുകൾ മുഴുവൻ ഈ വർഷം നിറഞ്ഞു കവിയുന്ന വിധത്തിൽ ഉത്പാദനം ഉണ്ടാക്കിയത് ഈ കർഷകരാണ്. ആ കർഷകരെ ഈ അതിശൈത്യത്തിൽ കഴിഞ്ഞ 13 ദിവസമായി അവർ തെരുവിൽ കിടക്കുകയാണ്. 3 കമ്പിളി പുതച്ചാലും തണുപ്പ് മാറുന്നില്ലെന്നാണ് നമ്മുടെ സഖാക്കൾ അവിടെ നിന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓപ്പൺ സ്പേസിൽ കിടന്നുറങ്ങുക കർഷകർ. ഈ രാജ്യത്തെ നയിക്കുന്ന വലിയ നേതാക്കന്മാർ അവരവരുടെ മണിമാളികളിൽ വലിയ സുഖസൗകര്യങ്ങളോടെ ശയിക്കുമ്പോൾ ഈ രാജ്യത്തെ അന്നം തരുന്ന കർഷകൻ, ഈ രാജ്യത്തെ ജനങ്ങളെ നിലനിർത്തുന്ന കർഷകൻ അവിടെ അതിശൈത്യത്തിൽ തണുത്തു വിറച്ചു മരിക്കുകയാണ്. അവന്റെ ഭാവി ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ചരിത്രവും ഈ രാജ്യത്തിന്റെ വർത്തമാന സാഹചര്യവും നമുക്ക് മറക്കാനാവില്ല. 4 ലക്ഷം കർഷകരാണ് ഭരണകൂട നയങ്ങൾക്കിരയായി കൊല ചെയ്യപ്പെട്ടത്. ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയണം, ആത്മഹത്യ ചെയ്തതല്ല. നയങ്ങൾ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ്. അതിന് ഉത്തരവാദികൾ ഈ രാജ്യം ഭരിച്ചിട്ടുള്ള സർക്കാരുകളാണ്, ഇപ്പോൾ ഇരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന സർക്കാർ ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോ ആ വർത്തമാന യാഥാർത്ഥ്യം മനസ്സിലാക്കി കർഷകർ ഒരു ശക്തമായ ഡിമാൻഡ് ഉന്നയിക്കുമ്പോൾ, അതൊരു ആവശ്യമായി ഉന്നയിക്കുമ്പോൾ അതിനെ പരിഗണിക്കാൻ പോലും തയ്യാറാകുന്നില്ല. തിരിച്ചു വീണ്ടും അവരുടെ വാദങ്ങളും ന്യായങ്ങളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമം ബില്ലായി വന്നതാണ്. ആ ബില്ലായി വന്നത് ഈ പാർലമെന്റിന്റെ മൺസൂൺ സെഷനിലാണ് അവ നിയമങ്ങളായത്. നിയമങ്ങളാക്കിയ പ്രക്രിയ എന്തായിരുന്നു? പാർലമെന്റിൽ വോട്ടിലിട്ടോ, ശബ്ദ വോട്ടോടെ പാസാക്കി. ശബ്ദ വോട്ടോടെ പാസാക്കാൻ കാരണം എന്താ? ഈ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ വളരെ സുപ്രധാനമായ ഒരു നിയമനിർമ്മാണം ശബ്ദ വോട്ടെടുപ്പിൽ നടത്താൻ കാരണം എന്താ? ഗവൺമെന്റിനറിയാം ഈ നിയമങ്ങളെ സംബന്ധിച്ച് അവരുടെ സഖ്യകക്ഷികളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നറിയാം. അത് വോട്ടിനിട്ടാൽ, കൈപൊക്കി എണ്ണിയുള്ളൊരു വോട്ടിനിട്ടാൽ അവരുടെ ഘടകകക്ഷികളുടെ വിയോജിപ്പ് പുറത്താക്കപ്പെടും, പരസ്യമാക്കപ്പെടും. അതുകൊണ്ടാണ് അവർ ഭയന്നത്. ശബ്ദ വോട്ടിനിട്ടത് നമുക്കറിയാം. പാർലമെന്റിന്റെ നിയമം അനുസരിച്ച് ഒരു മെമ്പർ എഴുന്നേറ്റ് നിന്ന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടാൽ വോട്ടെടുപ്പ് നടത്താൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു സ്പീക്കർ. പക്ഷെ അത് ചെയ്തില്ല. നിരവധി എംപിമാർ എഴുന്നേറ്റ് നിന്ന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. ആ അഭ്യർത്ഥനയെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ശബ്ദ വോട്ടോടെ പാർലമെന്റ് പാസാക്കി. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ എല്ലാ മാർഗങ്ങളും പാർലമെന്ററി നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഈ നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് ഈ സന്ദർഭത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി സാമൂഹ്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ നിയമങ്ങൾ പിൻവലിപ്പിക്കാനുള്ള പ്രക്ഷോഭത്തിൽ അണിനിരക്കണമെന്ന് മുഴുവൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഈ ഡിസംബർ 11 രാജ്ഭവന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ സംഗമത്തിൽ രാഷ്ട്രീയ പരിഗണനകൾ മാറ്റിവെച്ച് AIKKMS എന്ന് പറയുന്ന SUCIയുടെ കർഷക പ്രസ്ഥാനവും ഈ സമരം നയിക്കുന്ന AIKSC ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയിലെ ഒരു പ്രമുഖ അംഗമാണ്. ആ AIKKMSന്റെയും കൂടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് രാജ്ഭവന് മുമ്പിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാനും മുഴുവൻ ബഹുജനങ്ങളോടും